ബീഹാറിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ രേഖയും ഭർത്താവ് ചന്ദൻ, രാജ 8 വയസ്സുള്ള അവരുടെ മകനും അമ്മ ശാന്തിദേവിയുമായി കഴിയുകയായിരുന്നു. അവരുടെ ഭർത്താവിന് വേറൊരു ജോലിയും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ആളുകളുടെ പൈസ വാങ്ങി ജീവിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ ചന്ദൻ. ഇങ്ങനെ എത്ര ദിവസം ആളുകളുടെ നിന്ന് പൈസ വാങ്ങി ജീവിക്കും? വേറെ എന്ത് ചെയ്യും? വേറെ ജോലിയൊന്നും കിട്ടുന്നുമില്ല, പാടത്തൊന്നും കൊയ്ത്തുമില്ല, എല്ലാം പോയി, ജോലിയുമില്ല. നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് പൊക്കോളാം. നീ എന്ത് ജോലി ചെയ്യും? നിങ്ങൾക്കറിയാലോ എന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ലിട്ടി ചിക്കൻ എന്തുമാത്രം സ്വാദുള്ളതാണെന്ന്. അപ്പൊ ഞാൻ അത് തന്നെ ചെയ്താ പോരെ? നിനക്കെന്താ പ്രാന്താണോ? നീ 12 വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. ഗ്രാമത്തിലുള്ളവർ എന്തൊക്കെ പറയും? ഇത്രയും പഠിച്ചതിന് ശേഷം ഇതുപോലത്തെ ജോലിക്കാണ് പോകുന്നത്. എനിക്ക് എന്റെ കുടുംബം നോക്കണം. എനിക്ക് ആളുകൾ പറയുന്നതൊന്നും കാര്യമല്ല. പിന്നെ ജോലിയിലെ വലുത് ചെറുതെന്നൊന്നുമില്ല. മോളെ, നീ പറയുന്നതാ ശരി. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യ്. വളരെ നന്ദിയുണ്ടമ്മേ. ഞാൻ ഇന്നു മുതൽ ലിട്ടി ചിക്കൻ ഉണ്ടാക്കാം. പിന്നെ സ്റ്റേഷന്റെ അടുത്തൊരു ചെറിയ കടയും ഇടാം. വട്ടാണ് നിനക്ക്. എല്ലാരും ചിരിക്കാൻ തുടങ്ങും. രേഖ ലിട്ടി വിൽക്കുകയാണെന്ന്. ചിരിക്കുന്നവർ ചിരിക്കട്ടെ. എന്റെ മകൻ വിശന്ന് കിടക്കുന്നതിലും നല്ലതല്ലേ? എനിക്കതിലൊരു കുഴപ്പമില്ല. അങ്ങനെ കട തുടങ്ങാൻ വേണ്ടി അങ്കിതയുടെ കയ്യിൽ നിന്ന് രേഖ പൈസ കടം വാങ്ങിക്കും. അങ്ങനെ രേഖ ഒരു ഉന്തുവണ്ടി എടുത്ത് ലിട്ടി ചിക്കൻ വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഉന്തുവണ്ടിയിൽ അവൾ വളരെ വലുതായിട്ട് ലിട്ടി ചിക്കൻ വാലി എന്ന് എഴുതിയിരുന്നു. അവിടെയുള്ള ഗ്രാമവാസികൾ അവളെ കളിയാക്കാനും തുടങ്ങി. ഏയ് രേഖ, നീ ഇപ്പോ ലിട്ടി ചിക്കൻ വിൽക്കാൻ തുടങ്ങിയോ? ഇന്നലെ വരെ ടീച്ചറാകണമെന്നായിരുന്നു, ഇന്ന് നീ ചിക്കൻ വിൽക്കാൻ തുടങ്ങിയോ? എത്ര വേണമെങ്കിലും കളിയാക്കിക്കോ, പക്ഷെ ഓർത്തോ, ഈ ലിട്ടി ചിക്കൻ തന്നെ എന്നെ ഫേമസ് ആക്കും. അങ്ങനെ രേഖ ലിട്ടി ചിക്കനുമായി സ്റ്റേഷന്റെ അടുത്ത് വന്നു. പക്ഷെ ആദ്യത്തെ ദിവസം ഒട്ടും വിൽപ്പനയുണ്ടായില്ല. അങ്ങനെ ചന്ദൻ അവളെ നന്നായി വഴക്കു പറയാൻ തുടങ്ങി. എന്തുപറ്റി? വെറും കൈയോടെയാണോ വന്നിരിക്കുന്നേ? നീ മിണ്ടാതിരിക്കേ. നീയോ ഒന്നും ചെയ്യില്ല. അവള് കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമ്പോ അതിന് കുറ്റവും പറയും. അവളുടെ അമ്മ നന്നായി പ്രോത്സാഹനം നൽകി. അടുത്ത ദിവസം അവൾ ധൈര്യം സംഭരിച്ച് വീണ്ടും വന്നു. പക്ഷെ അടുത്ത ദിവസം മുതൽ അവളുടെ കടയിൽ ആളുകൾ വരാൻ തുടങ്ങി. അന്നത്തെ ദിവസം കുറച്ച് വരുമാനം കിട്ടി. അങ്ങനെ പതുക്കെ പതുക്കെ അവളുടെ കടയിൽ തിരക്ക് വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം അവൾ വളരെ ഫേമസ് ആയി. അങ്ങനെ അവളുടെ കൊച്ചടുക്കളയിൽ അവൾ ചിക്കൻ ഉണ്ടാക്കുകയായിരുന്നു. കൂട്ടത്തിൽ ചപ്പാത്തിക്ക് വേണ്ടി മാവും കുഴയ്ക്കുകയായിരുന്നു. അങ്ങനെ ചിക്കന്റെ മണം പറക്കാൻ തുടങ്ങി അടുക്കളയിൽ നിന്ന്. അങ്ങനെ ബാക്കിയുള്ള തീയിൽ അവൾ ലിട്ടി ഉണ്ടാക്കാനും തുടങ്ങി. അപ്പൊ അവന്റെ മകൻ വന്നു പറഞ്ഞു, അമ്മേ, ഇന്ന് ഒത്തിരി ഓർഡർ ഉണ്ടോ? അതേ മോനെ, സ്റ്റേഷനിൽ വന്ന എല്ലാവരും പറഞ്ഞു ലിട്ടി ചിക്കൻ വളരെ നല്ലതാണെന്ന്. അതുകൊണ്ട് ഒത്തിരി കൂടുതൽ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ഭർത്താവ് ചന്ദൻ വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, എല്ലാ ദിവസവും ഈ ലിട്ടി ചിക്കൻ തന്നെ. ഇനി എത്ര നാൾ ഇങ്ങനെ തന്നെ ചെയ്യുമെന്തോ? ഇത് കേട്ടിട്ട് അവൾക്ക് വളരെ ദേഷ്യം വന്നു. തമാശയല്ല ചന്ദൻ, ഇത് നമ്മുടെ അന്നമല്ലേ, ചെയ്യുന്ന ജോലി ചെറുതുമല്ല. അങ്ങനെ അതും പറഞ്ഞ് രേഖ തന്റെ മകനുമായി വണ്ടി ഒന്തിക്കൊണ്ട് വീണ്ടും സ്റ്റേഷനിലേക്ക് ചെന്നു. അങ്ങനെ തന്റെ മകനുമായി അവൾ ഒരു കുടയുടെ തണലിൽ നിന്ന് വീണ്ടും ലിട്ടി ചിക്കൻ വിൽക്കാൻ തുടങ്ങി. വന്നാലും വന്നാലും ലിട്ടി ചിക്കൻ തിന്നാലും, വന്നാലും വന്നാലും. അങ്ങനെ കുറച്ചുപേർ അവരുടെ അടുത്തേക്ക് വന്നു. രേഖ ചേച്ചി, നിങ്ങളുടെ ലിട്ടി ചിക്കനിൽ വേറെന്തോ മാജിക് ഉണ്ട്. ഇത് കഴിച്ചാൽ അങ്ങനെ വിരലെല്ലാം നക്കണം പോലെ തോന്നും. അങ്ങനെയല്ല മാമ, എന്റെ അമ്മ ഉണ്ടാക്കുന്ന ലിട്ടി ചിക്കൻ ഉണ്ടല്ലോ, വളരെ സ്വാദുള്ളത്. എന്തുകൊണ്ടാ? നല്ല സ്നേഹത്തോടെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ കുറച്ച് യാത്രികരും കൂടെ അവരുടെ അടുത്തേക്ക് വന്നു. ചേച്ചി, ലിട്ടി ചിക്കൻ കിട്ടുമോ? പിന്നെന്താ ചേട്ടാ, നല്ല ചൂടുള്ളതല്ലേ. ദേ ഈ നോക്കി, ഈ ലിട്ടിയിലുണ്ടല്ലോ നന്നായിട്ട് കടുകൊക്കെ പൊട്ടിച്ച് നെയ്യിൽ വറുത്തെടുത്തതാണ്. അതുപോലത്തെ ഒന്നും എവിടെയും കഴിച്ചിട്ടുണ്ടാവില്ല. ഒരു പ്ലേറ്റ് തരൂ. ചേട്ടാ കഴിക്കേ. അങ്ങനെ ആദ്യത്തെ ഉരുള തന്നെ വായിൽ വെച്ചപ്പോ പുള്ളിക്ക് സന്തോഷമായി. വാവ്, ഇത് എത്ര സ്വാദിഷ്ടമായിരിക്കുന്നു. ഞാൻ ദില്ലിയിൽ നിന്നാണ് വരുന്നത്. എന്റെ കൂട്ടുകാരനാണ് പറഞ്ഞത്. സ്റ്റേഷന്റെ പുറത്ത് തന്നെ ഒരു ലിട്ടി ചിക്കന്റെ കടയുണ്ട്. നല്ല സ്വാദിഷ്ടമായ ചിക്കനാണെന്നാണ് പറഞ്ഞത്. എന്തായാലും കഴിച്ചിട്ട് വരണം. സർ, ഇതെല്ലാം നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെ പതുക്കെ പതുക്കെ രേഖയുടെ ലിട്ടി ചിക്കന് ഫേമസ് ആകാൻ തുടങ്ങി. അങ്ങനെ ദൂര ദൂര ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ചിലർ സോഷ്യൽ മീഡിയയിലും വീഡിയോകൾ ഇടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബീഹാറിൽ നിന്ന് വന്ന ഈ ചേച്ചിയുടെ ലിട്ടി ചിക്കൻ. ഇവരുടെ ലിട്ടി ചിക്കനെ പറ്റിയാണ് ഇപ്പോൾ ചർച്ച മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ലിട്ടി ചിക്കൻ രേഖ, ഇതെങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നത്? ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമെന്നേ ഉള്ളൂ. ബാക്കിയുള്ള നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്. നിങ്ങളുടെ സ്റ്റോറി ആയിരക്കണക്കിന് പെണ്ണുങ്ങൾക്ക് ഒരു പ്രചോദനമാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ജോലിയും ചെറുതല്ല. എന്ത് ജോലി ചെയ്താലും ധൈര്യത്തോടെ ചെയ്യുക, അപ്പൊ എല്ലാം ശരിയാകും. നിങ്ങൾ കറക്റ്റാണ് പറഞ്ഞത്. മനോധൈര്യമുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കറക്റ്റാണ് പറഞ്ഞത്. മനോധൈര്യമുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ സാധിക്കും. ഇത് എന്തുമാത്രം തെറ്റാണെന്ന് നമ്മളൊക്കെ രേഖയെ ഒത്തിരി തെറ്റിദ്ധരിച്ചു മക്കളെ. പക്ഷെ അവളങ്ങനെ ചെയ്തതുകൊണ്ട് ഈ ഗ്രാമം മുഴുവനും ടിവിയിൽ വരാൻ കാരണമായില്ലേ. അവളാണ് ശരിക്കുമുള്ള പെണ്ണ്. ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂട്ടുകാരി വളരെ നല്ലതാണെന്ന്. ടിവിയിൽ ചന്ദൻ അവന്റെ ഭാര്യയെ കണ്ട് ഒത്തിരി സന്തോഷമായി. എന്നോട് ക്ഷമിക്കൂ രേഖ, ഞാൻ നിന്നെ ബഹുമാനിച്ചതേ ഇല്ല.
ഈ വീട് നോക്കുന്നതിന് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെട്ടു. വീട്ടിൽ ആർക്കും ഒന്നും കഴിക്കാനും കൂടി ഇല്ലാതിരുന്ന സമയത്ത്, ആ സമയത്ത് നീയാണ് വീടും കുട്ടികളെയും എല്ലാവരെയും നോക്കിയിരുന്നത്. പക്ഷെ ഞാൻ നിന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരുന്നത്. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, എല്ലാം നല്ലതിനല്ലേ. ഇപ്പൊ ജോലി നമ്മൾ ഒരുമിച്ച് ചെയ്യണം, കാരണം ജോലി തിരക്കും കൂടി തുടങ്ങിയില്ലേ. ഇനിയിപ്പോ ചേട്ടൻ ലിറ്റി ഉണ്ടാക്കണം, ഞാനാണെങ്കിൽ ചിക്കൻ കറിയും ഉണ്ടാക്കാം. നമുക്ക് എന്നിട്ട് ഒരുമിച്ച് പോയിട്ട് വിൽക്കുകയും ചെയ്യാം. നിനക്ക് വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തുതരും. അപ്പൊ നമ്മള് 3 പേരായല്ലേ, അച്ഛനും അമ്മയും പിന്നെ ഞാനും. അങ്ങനെ 2 പേരും ചേർന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പട്ടണത്തിൽ നിന്ന് അവളെ വിളിച്ച് മഹിളാ പുരസ്കാരം നൽകാനായിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചു. അന്നേരം എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. കേവലം അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു പെണ്ണായിരുന്നു. പക്ഷെ ഇപ്പോൾ ലോകം മുഴുവൻ ലിറ്റി ചിക്കൻ വിൽക്കുന്ന ഒരു പെണ്ണെന്ന് അറിയപ്പെടുന്നു. സാഹചര്യം ഏതുമാകട്ടെ, നമ്മുടെ ലക്ഷ്യം വളരെ നല്ലതാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. അങ്ങനെ രേഖ തന്റെ സ്റ്റേഷനിലെ കടയിൽ നിന്നും ഒരു പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യും. അതിന്റെ പേരാണ് ലിറ്റി ചിക്കൻ വാലി. അത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വളരെ ഫേമസ് ആകും. രേഖ, ഇപ്പൊ നിന്റെ ഫോട്ടോയും പേപ്പറിലൊക്കെ വരാൻ തുടങ്ങിയല്ലോ. ആന്റി, എത്ര ഫേമസ് ആയാലും ഇത് നമ്മുടെ പഴയ ലിറ്റി ചിക്കൻ മണ്ണിന്റെ സ്വാദുള്ളത് തന്നെയാണ്. അമ്മേ, ഈ ഒരു ലിറ്റി ചിക്കൻ ഉണ്ടല്ലോ, ഞാൻ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്റി ചിക്കൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ബ്രാഞ്ചൊക്കെ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് കേട്ടിട്ട് എല്ലാവരും ചിരിക്കും. അതേസമയം ലേഖ മുകളിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു. ജീവിതം എത്ര കഠിനമായാലും ഒരു സ്ത്രീ വിചാരിച്ചാൽ അവരുടെ ജീവിതവും കൂടെ മറ്റുള്ളവരുടെയും ജീവിതത്തെ മെച്ചപ്പെടുത്താൻ പറ്റും. രേഖയെപ്പോലെ എല്ലാവരുടെ കയ്യിലും അവരുടെ കഴിവുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ടു പോവുക. അല്ല ശാന്ത സഹോദരിയോ, വരൂ വരൂ. ഇന്ന് ഞാൻ നിങ്ങളെ ഓർത്തതേയുള്ളൂ. ചേട്ടാ, 4 കിലോ ബിരിയാണി പാക്ക് ചെയ്യൂ. വീട്ടിലെ അതിഥികളുണ്ടേ, അവരോട് ബിരിയാണിയെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു. അപ്പൊ അവർക്ക് കഴിക്കണമെന്ന്. ശരി ശരി ശാന്ത സഹോദരി, ഇപ്പൊ തന്നെ പാക്ക് ചെയ്തോളാം. അതിന്റെ കൂടെ സാലഡും ചട്നിയും കൂടി എടുക്കാം. ബിരിയാണി നല്ല ചൂടുണ്ട്. നിങ്ങളുടെ അതിഥികൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ ബിരിയാണി ഇവിടെ ഭയങ്കര ഫേമസ് അല്ലേ. ഇതാണ് കിഷൻഗഡിൽ താമസിക്കുന്ന മദൻലാൽ. ഈ ഗ്രാമത്തിൽ ബിരിയാണി വിറ്റ് ജീവിക്കുന്ന ആളായിരുന്നു. ആ ഗ്രാമത്തിൽ എല്ലാവർക്കും അവന്റെ ബിരിയാണി ഇഷ്ടമായിരുന്നു. എന്നും അവന് നല്ല കച്ചവടമൊക്കെ കിട്ടുമായിരുന്നു. വിശേഷ ദിവസങ്ങളിൽ കച്ചവടം കൂടുതലായിരിക്കും. അങ്ങനെ സമയം നീണ്ടുപോയി. ഒരു ദിവസം വീട്ടിലെത്തിയിട്ട് മദൻ കണക്കൊക്കെ നോക്കുമായിരുന്നു. ഓ, കടേന്ന് വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയോ കണക്ക്? അതേ, വന്ന് ഭക്ഷണം കഴിക്ക്, എന്നിട്ട് നമുക്ക് കണക്ക് നോക്കാം. അനിത, ഇങ്ങനെ ജോലി ഇല്ലാതായി കഴിഞ്ഞാൽ എങ്ങനെയാ നല്ലൊരു ജീവിതം ഉണ്ടാവുക? ഇല്ല, എങ്ങനെയെങ്കിലും എന്റെ ജോലി നന്നാക്കിയെടുത്ത് മുന്നോട്ട് പോകണം. ഇപ്പൊ മദൻ എന്തെങ്കിലും ഒരു കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് വരുമാനം കൂട്ടണം എന്നുള്ള ആഗ്രഹത്തിലായി. അതിനുവേണ്ടി വില കൂടിയ ബിരിയാണി അരി മാറ്റി വില കുറഞ്ഞ റേഷൻ അരി വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. അല്ല ചേട്ടാ, ഈ ചോറൊക്കെ വളരെ ചെറുതാണല്ലോ. ഇതിന്റെ സ്വാദും വ്യത്യാസമുണ്ട്. ഇല്ല രമേശ്, അതിൽ ഇഷ്ടം പോലെ ചോറുണ്ട്. പിന്നെ മാത്രമല്ല, ഇത്ര കുറച്ച് പൈസക്ക് ഈ ബിരിയാണി എവിടെയും കിട്ടില്ല. അയ്യോ ഇല്ല ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഇവിടെയുള്ള ചേട്ടന്റെ ഈ ബിരിയാണി വളരെ നല്ലതാണ്. അന്നേ ദിവസം പോലും 2000-ൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കിയില്ല. അവൻ ആകെ സങ്കടത്തിലോട്ടായി. ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ബിരിയാണിയുടെ കൂടെ കൊടുത്ത സലാഡും ചമ്മന്തിയും നിർത്തി. അങ്ങനെയും ദിവസങ്ങൾ പോയി. ഒരു പ്രാവശ്യം നഗരത്തിലേക്ക് കാര്യത്തിന് പോയതാ. തിരിച്ചു വരുന്ന വഴി കാട്ടിലൂടെയാണ് അവൻ തിരിച്ചു വരുന്നോണ്ടിരുന്നത്. അവൻ ശ്രദ്ധിച്ചു, അവിടെ കുറച്ച് ആദിവാസികൾ പട്ടിയുടെ മാംസം തീയിൽ വെച്ച് ചുട്ട് തിന്നുകയായിരുന്നു. അത് കണ്ട് മദൻലാൽ അവിടെ അവരുടെ അടുത്ത് പോകും. അല്ല, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഈ നായയെ ഭക്ഷിക്കുന്നോ? അതെ, ഞങ്ങൾ ആദിവാസികളാണ്. ഞങ്ങൾക്കൊന്നും കഴിക്കാൻ കിട്ടാതെയാകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ളതിനെ പിടിച്ച് പാചകം ചെയ്ത് കഴിക്കും. ഇതിന് വളരെ സ്വാദാണ്. എന്താ, കഴിക്കുന്നോ? ഏയ് വേണ്ട വേണ്ട, നിങ്ങൾ തന്നെ കഴിച്ചോ. മാർക്കറ്റിൽ ചിക്കനൊക്കെ എന്താ വില? ഒരുപാട് പൈസ അതിനു വേണ്ടി ചെലവാക്കി കളഞ്ഞു. അതുകൊണ്ട് ഞാനും അയാൾ ചെയ്തതുപോലെ പട്ടി ബിരിയാണി ഉണ്ടാക്കി വിറ്റാലോ. എന്തായാലും മാംസാഹാരം കഴിക്കുന്നതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. പിന്നെ കോഴി ആയാലെന്ത്, പട്ടി ആയാലെന്ത്. അടുത്ത ദിവസം തന്നെ മദൻലാൽ കാട്ടിലേക്ക് പുറപ്പെടും. എന്നിട്ട് അവിടുന്ന് പട്ടി മാംസം എടുത്തോണ്ട് പോരും. അതിനെ വെട്ടിമുറിച്ച് എന്നിട്ട് അടുത്ത ദിവസം അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. അത് കഴിച്ചിട്ട് ഒരാൾ അവനോട് പറയും, അല്ല മദനൻ ചേട്ടാ, ഇതെന്താ ഈ ബിരിയാണിയിൽ ഒരു ലെഗ് പീസ് ഇല്ലല്ലോ? അതുമാത്രമല്ല, ഇതിന്റെ രുചിയും അല്പം വിചിത്രമാണ്. അല്ല, അത് ഇപ്പൊ തന്നെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് നാളെ തന്നെ ലെഗ് പീസ് തരാം. ഇന്നെന്തായാലും തന്നത് കഴിക്കേ. അപ്പോഴേക്കും അവിടെ ശാന്ത ചേച്ചി വരും. ആ, വരൂ വരൂ ശാന്ത സഹോദരി, കണ്ടിട്ട് കുറച്ചു നാളായല്ലോ. എന്ത് ചെയ്യാനാ മദൻ ചേട്ടാ, എല്ലാത്തിനും തീ പിടിച്ച വിലയാ. എന്നും ബിരിയാണി തിന്നാൻ പറ്റില്ലല്ലോ. 2 കിലോ ബിരിയാണി പാക്ക് ചെയ്തേക്കൂ. മദൻലാലിന് സന്തോഷമായി. കുറച്ച് ചെലവ് കൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കി.
ശാന്ത ചേച്ചി വീട്ടിലേക്ക് ബിരിയാണി കൊണ്ടുവന്ന് പിള്ളേർക്ക് കഴിക്കാൻ അപ്പോഴേക്കും അവർക്ക് അതിൽ നിന്ന് വൃത്തികെട്ട മണം വരും. അയ്യേ അമ്മ, എന്ത് വൃത്തികെട്ട മണോ ഇങ്ങോട്ട് താ. എന്ത് മണോ ഇതിന്. അയ്യോ, ഞാൻ ഇതിനെ കളഞ്ഞിട്ട് വരാം കേട്ടോ. ശാന്ത ബിരിയാണിയും കൊണ്ട് പുറത്തു പോവുകയായിരുന്നു. അപ്പോ ഒരു ആദിവാസി വന്ന് അവളെ തട്ടും. അതെ, കണ്ണു പൊട്ടനാണോ? നോക്കി നടന്നുകൂടെ ഒന്ന്. എന്നോട് ക്ഷമിക്കണം, നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ എനിക്ക് തരുമോ? ഈ ബിരിയാണി അയാൾക്ക് കൊടുക്കാല്ലേ? പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, വെറുതെ എന്തിനാ കളയുന്നത്? അയാൾക്ക് കൊടുത്തേക്കാം, ഇച്ചിരി നല്ല കാര്യമെങ്കിലും ചെയ്തേക്കാം. എന്നാ എടുത്തോ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി? നിങ്ങൾ എനിക്ക് വിശന്നപ്പോൾ ബിരിയാണി തന്നു. നിങ്ങൾ എന്തായാലും നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. ഒരിച്ചിരി ബിരിയാണി അവൻ വായിൽ വെച്ചപ്പോഴേക്കും അയാൾ പറഞ്ഞു, എന്നെ എന്തിനെങ്ങനെ പറ്റിക്കുന്നത് സഹോദരി? പട്ടി ബിരിയാണി തന്നിട്ട് ഇതിനെ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നോ? ഇതെന്ത് തോന്നിവാസോ പറയുന്നത്? ഞാനൊരു ആദിവാസിയാ. കാട്ടില് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പട്ടിയെ പാചകം ചെയ്ത് കഴിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം, ഇത് പട്ടിയിറച്ചി കൊണ്ടുള്ള ബിരിയാണിയാണ്. ഇത് കേട്ട് ശാന്തയ്ക്ക് ദേഷ്യം വരും. അവിടെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് മദൻലാല് കാട്ടിൽ പോയിട്ട് പട്ടിനെ കൊന്ന് അതിന്റെ മാംസം കൊണ്ടുവരും. വീട്ടിൽ ചെന്നിട്ട് പുറകിലിരുന്ന് ആരും കാണാതെ അതിനെ നുറുക്കും. അയ്യേ, നിങ്ങളിതെന്താ ചെയ്യണേ? പട്ടി മാംസമാണോ നിങ്ങൾ ബിരിയാണിക്ക് ഇടുന്നത്? നിങ്ങളപ്പോ ആൾക്കാരെ പറ്റിക്കുമായിരുന്നല്ലേ? അതിനെന്താ, ബിസിനസ്സിൽ ഇതൊക്കെ സാധാരണയാണ്. ഇന്നും ഞാൻ കടയിൽ പട്ടി ബിരിയാണി വിറ്റിട്ട് വരുന്ന വഴിയാ. ഇത് കണ്ടില്ലേ എനിക്ക് എത്ര പണം ലഭിച്ചെന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും വീടിന്റെ അകത്ത് കയറിപ്പോവും. കുറച്ചേരം കഴിയുമ്പോൾ വീടിന്റെ പുറത്ത് കുറെ ആൾക്കൂട്ടങ്ങളാവും. അല്ല, ഇത്രയും ജനങ്ങള് വീടിന്റെ മുമ്പിൽ നിൽക്കുന്നോ? ഇവർക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടത് കൊണ്ട് വാങ്ങാൻ വേണ്ടി വന്നതായിരിക്കും. ഇത് മേടിക്കാൻ വീട് വരെ വന്നിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ബിരിയാണി ഇല്ല, നാളെ വന്നിട്ട് മേടിച്ചോളൂ. നിങ്ങൾക്ക് ഞാൻ നാളെ എന്തായാലും ചിക്കൻ ബിരിയാണി തരാം. ചിക്കൻ ബിരിയാണി അതോ പട്ടി ബിരിയാണി? അവര് പറഞ്ഞത് വളരെ ശരിയാണ്. നീ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചിട്ട് രാവിലെ തൊട്ട് ഛർദ്ദിച്ചോണ്ടിരിക്കുക. അത് എനിക്കും വയറിളക്കം ഉണ്ടായി. ചേട്ടോ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. ആദിവാസിനെ കാണുമ്പോ തന്നെ മദൻലാൽ ഞെട്ടിപ്പോകും. ഇവനെ എന്തായാലും നമുക്ക് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. ഇവനെ വെറുതെ വിടാൻ പാടില്ല. എന്ത് വൃത്തികെട്ട പരിപാടി അയാൾ കാണിച്ചത്. മദനെ പിടിച്ചോണ്ട് പോകാൻ എല്ലാരും നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ഭാര്യ ലളിത വന്ന് എല്ലാവരോടും കൈകൂപ്പി മാപ്പ് ചോദിക്കും. മദൻലാലിനും അവൻ ചെയ്ത തെറ്റ് മനസ്സിലാകും. എന്നിട്ട് അവനും മാപ്പ് ചോദിക്കും. ആൾക്കാരെല്ലാവരും സങ്കടം തോന്നിയിട്ട് മാപ്പ് കൊടുക്കും. പക്ഷെ മദൻ അവനിനി ബിരിയാണി കച്ചവടം ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവനും മനസ്സിലായി. കാരണം ആരും വിശ്വസിച്ച് അവന്റെ കടയിലോട്ടിനി വരില്ല. Thanks for watching.